ഹേ എവരിവൺ, അതിമനോഹരമായ ഓരോ കാഴ്ചകൾ അല്ലേ ലൈഫിൽ നമ്മൾ ഒരിക്കലെങ്കിലും കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട പ്ലേസ് തന്നെയാണ് ഇതും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്തു എന്നുള്ളത് നിങ്ങളുമായി പങ്കുവെക്കാനാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻസിലൂടെ അറിയിക്കുക. വണ്ടി പാർക്ക് ചെയ്ത് എൻ്റർ ചെയ്യുന്ന പ്ലേസ് വാസ് ലൈക്ക് മോളിലേക്ക് കയറുന്ന എൻട്രൻസ് ആണ്. ഇവിടെ നിന്ന് ആദ്യം ടിക്കറ്റ് സ്കാൻ ചെയ്ത് എടുക്കേണ്ടതാണ്. ഫ്രീ ടിക്കറ്റ് ആയാലും നമ്മൾ ഡീറ്റെയിൽസ് അവിടെ എൻ്റർ ചെയ്ത് സ്കാൻ ആക്കി പ്രിന്റ് എടുത്ത് കയ്യിൽ വെക്കേണ്ടതാണ്. മോസ്കിന്റെ എൻട്രൻസ് വരുന്നത് ഫസ്റ്റ് ഫ്ലോർ ആയതുകൊണ്ട് ഗ്രൗണ്ട് ഫ്ലോർ ഫുള്ളും മോളാണ്. ഈ കാണുന്നതൊക്കെയും ഷോപ്പിംഗ് സ്റ്റോഴ്സ് ആൻഡ് ഇവിടെ നല്ല ഓൾഡ് ട്രഡീഷണൽ അറേബ്യൻ തിങ്സ് കണ്ടു. വെൽ ഡിസൈൻഡ് കാമൽസ്, ലാംപ് ലൈറ്റ്സ്, അറേബ്യൻ യുണീക് സ്കൾപ്ചേഴ്സ് നേരിൽ കാണാൻ നല്ല രസമായിരുന്നു. ലൈനായിട്ട് ഓരോ സ്റ്റോഴ്സിലും ഇതുപോലെ ഡെക്കറേറ്റീവ് ആയിരുന്നു. ഇതൊക്കെ പെട്ടെന്ന് കണ്ട് വൈൻഡപ്പ് ചെയ്യാൻ പറ്റാത്ത പ്ലേസ് ആയതുകൊണ്ട് ഇൻഫാക്ട് അധികം ലോങ് വീഡിയോ എടുക്കാണ്ട് തന്നെ ഷോർട്ട് ടൈമിങ്സ് വെച്ച് തീർക്കാൻ ഇച്ചിരി പാടായിരുന്നു. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ ഈ മസ്ജിദ് എൻ്റർ ചെയ്യണമെങ്കിൽ അത് ഏത് റിലീജിയൻ ആണെങ്കിലും തന്നെ ലേഡീസിന് അബായ വെയർ ചെയ്യുന്നത് കമ്പൽസറി ആണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അബായസിന് നല്ല കോസ്റ്റും ഉണ്ട്. പിന്നെ അറേബ്യൻ മോഡൽ റെസ്റ്റോറൻറ്റ്സ് ആണ്. ഈ ടൈപ്പ് റെസ്റ്റോറൻറ്റ്സ് ഒരുപാടുണ്ട്. പിന്നെ കാണാത്തവർക്കാവുമ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസസ് ആയിരിക്കും എന്നാണ് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ. ഇതൊക്കെ കണ്ട് ഞങ്ങൾ ഒരു ഇലക്ട്രിക് വണ്ടിയിൽ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറാനുള്ള സ്ഥലം വരെ എത്തി. കാരണം കുറച്ചധികം നടക്കാനുള്ളതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് നടന്നെത്താനും ബുദ്ധിമുട്ടാണ്. കയറി കഴിഞ്ഞപ്പോൾ വീണ്ടും നല്ല കാഴ്ച, നല്ല വെയിലും അതുമല്ലാണ്ട് ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അത്രയ്ക്ക് തിരക്കില്ല. ഫ്രീ ഫീൽ ആയിരുന്നു. ശരിക്കും ഒരു പീസ്ഫുൾ വൈബാണ്. ശരിക്കും നല്ല ബ്രൈറ്റ് സൺലൈറ്റ്, ഗോഗിൾസ് ഇല്ലാണ്ട് ഒട്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. കയറിയപ്പോൾ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിൽ അവർ വീണ്ടും ഒരു ഇലക്ട്രിക് വണ്ടി അറേഞ്ച് ചെയ്തു. പക്ഷേ ഇതിൽ ട്രാവൽ ചെയ്യാൻ ഒരാൾക്ക് 5 ദിർഹംസ് ആയിരുന്നു ചാർജ്. നടന്ന് കാണാൻ ഒത്തിരി ഡിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് ഈ ഇലക്ട്രിക് വണ്ടിയിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതും കൂടാണ്ട് പള്ളിയും പരിസരവും ഓവറോൾ വ്യൂസ്, സറൗണ്ടിങ്സ് എല്ലാം കവർ ചെയ്യുന്ന പാക്കേജ് ഉണ്ട്. ഈ കാണുന്ന ഇലക്ട്രിക് വണ്ടിയിൽ ട്രാവൽ ചെയ്യാൻ പെർ പാക്കേജിന്റെ കോസ്റ്റ് വരുന്നത് 50 ദിർഹംസ് ആണ് ഗൈസ്. പിന്നെ 55 ദിർഹംസ് പേ ചെയ്താൽ ഫോട്ടോഗ്രാഫി, വീഡിയോസ് അടക്കം പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഇവിടെ ഇങ്ങനെ എൻ്റർ ചെയ്തപ്പോൾ തന്നെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഒരു സിനിമാറ്റിക് വ്യൂ ആയിരുന്നു. നമ്മൾ മൂവീസിലൊക്കെ കാണുന്നത് പോലത്തെ വൈബ്, ഒരു കാം ആൻഡ് പീസ്ഫുൾ വേൾഡിൽ പോയതുപോലെ. പക്ഷേ പല പ്ലേസസിലും ഫോട്ടോസ്, വീഡിയോസ് പാടില്ലെന്ന് ഇൻസ്ട്രക്ഷൻ ഉണ്ടായി. അതുകൊണ്ട് അധികം പ്ലേസസ് വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ പ്ലേസസ് കണ്ട് വീണ്ടും വണ്ടിയിൽ കയറി മുകളിലേക്ക് ഇറങ്ങി. അങ്ങനെ എക്സ്പ്ലോറിംഗ് കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പും ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി മെക്ഡോണൽഡ്സ് സെർച്ച് ചെയ്ത് ഫുഡ് കഴിച്ചു. ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു ക്യൂട്ട് ഫാമിലിനെ പരിചയപ്പെട്ടിട്ടുണ്ടായി. അങ്ങനെ അവരോടൊപ്പം ആയിരുന്നു നമ്മൾ പള്ളിയും പരിസരവും നടന്ന് കണ്ടത്. ഒരുപാട് സംസാരിച്ചു. എന്നിട്ട് ഒന്നിച്ച് ഭക്ഷണം കഴിച്ചിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത്. നമ്മൾ ഓരോ പ്ലേസസ് ഒക്കെ പോകുമ്പോഴൊക്കെയാണ് ആൾക്കാരുമായി ഇന്ററാക്ട് ചെയ്യുന്നത്. ലൈഫ് തന്നെ ഒരു യാത്ര തന്നെയാണ്. ഇവിടെ നമ്മൾ ഓരോരുത്തരെയും പരിചയപ്പെടും. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഡെസ്റ്റിനേഷൻസ് ഉണ്ടാകും. എന്തായാലും ഈ ഫാമിലിയുമായി പരിചയപ്പെട്ടതിൽ ഏറെ സന്തോഷം. അങ്ങനെ ഞങ്ങളിപ്പം ഓൾമോസ്റ്റ് എല്ലാം കണ്ടു കഴിഞ്ഞു. ഇതൊക്കെ അവിടെ ഡിസ്പ്ലേഡ് ആയിരുന്നു. പ്ലാനിങ്സ് ഒക്കെ അടിപൊളിയായിരുന്നു. ഈ സൈസിലൊക്കെ കാണുന്നത് അബായ സ്റ്റോഴ്സ് ആണ്. ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് പ്ലെന്റി ഓഫ് ഷോപ്സ് അവൈലബിൾ ആയിരുന്നു. പോക്കിയിലൊക്കെ ഉള്ള ക്യൂട്ട് ഷോപ്സ് ആൻഡ് സൈഡ്സിൽ വാട്ടർ ആയിരുന്നു. ഇവിടെ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്പോട്ട്സ് ആയിരുന്നു. അങ്ങനെ കുറച്ചധികം ഫോട്ടോസ്, വീഡിയോസ് ഒക്കെ എടുത്ത് അവിടുന്ന് എല്ലാവരും പിരിഞ്ഞു. എന്നാൽ പിന്നെ സൈനിങ് ഓഫ്. സീ യു ഓൾ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ, ബൈ.